ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരായ പരാതികളിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി. പരാതിക്കാരിയായ നിർമ്മാതാവ് ഷീല കുര്യന്റെ മൊഴിയെടുത്തു. DCRB ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. മധു ബാബുവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ മൊഴിയിലും ആവർത്തിച്ചു ഷീല കുര്യൻ. ശക്തമായ നടപടി പ്രതീക്ഷിക്കുന്നതായി ഷീല കുര്യൻ 24നോട് പ്രതികരിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. തീർച്ചയായിട്ടും ഞാൻ എന്താണ് അനുഭവിച്ചത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കതിന് നല്ല ഒരു തീരുമാനമുണ്ടാവും, അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാവുമെന്നാണ് എനിക്ക് DYSPയിൽ നിന്നൊരു ഉറപ്പ് കിട്ടിയിരിക്കുന്നത്. മധുബാബുവിനെതിരെ മാത്രമല്ല, എല്ലാവർക്കും എന്നോട് തെറ്റുകൾ ചെയ്ത എല്ലാവർക്കും എതിരെ നടപടി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അശ്വിൻ പാലാഴിയുടെ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഈ ഷീല കുര്യൻ ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. മൊഴിയെടുപ്പിലും ഇതൊക്കെ ആവർത്തിക്കുകയാണോ ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ഉമേഷ്, മധുബാബുവിനെതിരെ നിരവധി ആരോപണങ്ങൾ, അത് വർഷങ്ങൾ മുന്നേ ഉള്ള സംഭവങ്ങളടക്കം നിരവധി ആരോപണങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അതിലൊന്നും സർക്കാർ നടപടിയെടുക്കുന്നില്ല. DYSP മധുബാബുവിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായി നിൽക്കുകയാണ്. നിർമ്മാതാവ് കൂടിയായ ഷീല കുര്യൻ നൽകിയ പരാതിയിൽ ഇപ്പോൾ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. DGPക്കും മുഖ്യമന്ത്രിക്കുമായിരുന്നു ഷീല കുര്യൻ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് DYSP മധുബാബുവിനെതിരെ പരാതി നൽകിയത്. ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ്. ആ പരാതി നൽകിയത് ഷീല കുര്യനായിരുന്നു. അത് ആ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് പരാതിക്കാർക്ക് ആരോപണ വിധേയർക്കൊപ്പം നിന്ന് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഓഫീസിൽ വെച്ച് സംസാരിക്കുകയും മറ്റ് ഇടപെടലുകൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. ഈ പരാതിയിൽ ആദ്യഘട്ടത്തിൽ നടപടിയെടുത്തില്ല. പിന്നീട് മുഖ്യമന്ത്രിക്കും DGPക്കും നേരിട്ട് തന്നെ ഷീല കുര്യൻ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DCRB DYSPക്ക് അന്വേഷണ ചുമതല നൽകിക്കൊണ്ട് ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ ഉള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷീല കുര്യനെ നേരിട്ട് ആലപ്പുഴ DCRB ഓഫീസിൽ വിളിച്ചു വരുത്തി DCRB DYSP ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് നടപടിക്രമങ്ങൾക്ക് തുടക്കമായത്. ആദ്യഘട്ടത്തിൽ ഷീല കുര്യൻ നമുക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെ DCRBക്ക് മുന്നിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം അതിനു പുറമെ ഓഫീസിൽ അന്ന് നടന്ന സംഭവങ്ങളുടെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധന നടത്തണം എന്നൊരാവശ്യം കൂടി ഷീല കുര്യൻ ഉന്നയിച്ചു. അതിന് ഒപ്പം തന്നെ ഈ പ്രതികളിൽ നിന്ന് പണം ഈടാക്കിയതിന്റെയും കൈക്കൂലി വാങ്ങിച്ചതിന്റെയും ഒക്കെ തെളിവുകൾ മൊബൈൽ ഫോണിൽ ലഭ്യമാണ്. അതുകൂടി മധുബാബുവിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് അന്വേഷണം തുടരണമെന്നാണ് ആവശ്യം. എന്തായാലും മധുബാബുവിനെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഷീല കുര്യന് പോലീസിൽ നിന്നും ഒപ്പം അധികാരികളുമൊക്കെ നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, ശരി. അശ്വിൻ പാലാഴിയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.